കഴിഞ്ഞ ദിവസം മീഷോന്ന് വാങ്ങിയപ്പോൾ കിട്ടിയ ഒരു കാർഡ്ബോർഡിൻ്റെ പെട്ടിയാണ് കേട്ടോ ഇത്. ഇന്ന് നമുക്ക് ഇത് വെച്ചൊരു കിടിക്കാച്ചായിട്ട് ഉണ്ടാക്കിയാലോ. വേറെ ഒന്നുമില്ല, ഒരു വാൾ ഹാങ്ങിങ് ആണ്. ആദ്യം അതൊന്ന് മുറിച്ചെടുത്തിട്ടാകും ഇതുപോലെ അതിലേക്ക് പൂ വരച്ചു കൊടുക്കുക. ഒരു 6 പൂ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വിവിധ തരം ഷേപ്പിലാണ് നമ്മൾ പൂ വരച്ചു കൊടുക്കുന്നത്. അതിനുശേഷം കുറച്ച് ഇലകളും കൂടി വരച്ചു കൊടുക്കണം കേട്ടോ. ഡിഫറെൻറ്റ് ഷേപ്പിൽ തന്നെയാണ് ഇലയും കൂടിയും വരച്ചു കൊടുക്കുന്നത്. അതിനുശേഷം എല്ലാം അങ്ങോട്ട് കട്ട് എന്നിട്ട് ഇങ്ങനെ ഇട്ടു കേട്ടോ. ഓരോന്നിനും ഇതുപോലെ കളർ കൊടുക്കുക. ഇലക്കെല്ലാം പച്ച കളർ കൊടുത്ത് ഒരു ലൈറ്റ് കളർ പച്ചയാണ് ഞാൻ എടുത്തത് കേട്ടോ. പിന്നെ നമ്മളെ പൂവിന് ഇതിൽ നടുക്ക് മഞ്ഞ കളറും ബാക്കി റെഡ് കളർ കേട്ടോ. റെഡ് കളർ നന്നായിട്ട് കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി സമയം എടുത്തിട്ടാണ് ഞാൻ ഈ പെയിൻ്റ് എടുത്തത് കേട്ടോ. ഈ കാണുന്ന പോലത്തിലായിരുന്നു നമ്മളെ റെഡ് കളർ ഉണ്ടായിരുന്നത്. അങ്ങനെ റെഡ് കളറും കൊടുത്തതിന് ശേഷം നമ്മളെല്ലാത്തിനും കൂടി ഒരു ബ്ലാക്ക് ഔട്ട്ലൈൻ കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് പൂവിനും ഇലക്ക് നമുക്കിങ്ങനെ ശിഖരങ്ങൾ വരച്ചു കൊടുക്കണമല്ലോ. ആദ്യം ഞാനിതാ ഈ ഒരു സ്കെച്ച് പെൻ വെച്ചിട്ടാണ് വരച്ചത്. അത് അങ്ങോട്ട് പറ്റാത്തതുകൊണ്ടപ്പം ആക്രിലിക് കളറിൻ്റെ ബ്രഷ് പെൻ എടുത്തു. അതും അങ്ങോട്ട് പറ്റാത്തപ്പം പിന്നെ സാധാ ആക്രിലിക് കളർ ബ്രഷ് വെച്ച് കൊടുത്തു കേട്ടോ. അതിൻ്റെ ഇടയിൽ കുറച്ച് വൈറ്റ് കളറും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ മൊത്തത്തിൽ അങ്ങ് ഔട്ട്ലൈൻ കൊടുത്താൽ ഈ ഒരു കോലത്ത് കിട്ടുമല്ല. ഇനി നമുക്കിതെല്ലാം അങ്ങോട്ട് കെട്ടി തൂക്കി വെക്കണം. ഇതാണ് ഞാൻ പറഞ്ഞ കോലം. ഇനി നമുക്കിത് കെട്ടി തൂക്കി വെക്കാൻ നമ്മുടെ ജൂട്ടിൻ്റെ ത്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഐസ്ക്രീം സ്റ്റിക്കും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ അങ്ങോട്ട് ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുത്താൽ നമ്മളെ വാൾ ഹാങ്ങിങ്ങിയുടെ സെറ്റായി. ഇത് നമ്മളെ പ്രിൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ക്രാഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.